എല്ലാവരും മാതൃകയാക്കണം. പക്ഷേ ഞാൻ ആരെയും മാതൃകയാക്കത്തില്ല. അതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എന്നെ എല്ലാവരും കാരണം ഷൈജയുടെ ഫ്രണ്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഷൈജ എൻ്റെ ഫ്രണ്ടാണ്, ഷൈജ എൻ്റെ ബന്ധുവാണ്. കാരണം അതിന് കുറച്ച് കുറച്ച് കയ്പുണ്ട്. കയ്പെന്ന് പറയുന്നത് ഈ പല ബന്ധുക്കൾക്കും നമ്മളോടത്ര അറ്റാച്ച്മെൻറ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ കൗതുകത്തെ എല്ലാവരെയും നോക്കി നിന്നിട്ടുണ്ട്. ഈ ബന്ധുക്കളൊക്കെ വരുമ്പോഴും ഓണത്തിനൊക്കെ വീടുകളിൽ മറ്റുള്ള വീടുകളിലൊക്കെ ബന്ധുക്കളൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. നമ്മുടെ വീട്ടിൽ ആരും അങ്ങനെ വരത്തില്ല. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ നിന്നും അങ്ങോട്ട് എങ്ങനെ പോകാറില്ല. പിന്നെ ഒത്തിരി ഡ്രസ്സ് കാര്യങ്ങൾ കളർഫുള്ളാണ് അവർക്കൊക്കെ. എന്നാലും അത്ര കളർഫുൾ അല്ലേലും ഉണ്ട് എങ്കിലും മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോഴത്തേക്ക് എനിക്കൊരു ഇതൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇതുവരെ, നിങ്ങളോട് പറയാം. അപ്പം എന്താണെന്നൊന്നും എനിക്കന്ന് കുഞ്ഞിലെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഈ സപ്ലിമെൻറ്റിനകത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം പത്രം വായിക്കുന്നത്. റോഡിൽ കിടക്കുന്ന ഒരു പേപ്പർ കഷ്ണമായാലും ഞാൻ എല്ലായിടത്തും വായിക്കും. അന്നേരം ഒരു സപ്ലിമെൻറ്റിനകത്തിൽ നിഫ നമ്പൂതിരി എന്ന് പറയുന്ന ഒരു ലേഡി തൃശ്ശൂരുള്ളതാണ്, ആനപ്പാപ്പാത്തിയാണ്. അപ്പം ഇത് ഞാൻ വായിച്ചപ്പോൾ അതെൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത് കിടന്നു. അതെൻ്റെ യുറീക്ക പുസ്തകം പൊതിഞ്ഞതായിരുന്നു കേട്ടോ, അതിനകത്ത് നിന്ന് വായിച്ചത്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത് കിടന്നു. അപ്പം എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ എന്നെ മാതൃകയാക്കാവൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ ഇങ്ങനെയൊക്കെ പറയണം, അവളാണ് ഞങ്ങളുടെ ഫ്രണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറയണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു എനിക്ക് എന്താകാൻ പറ്റും, എനിക്കും എന്തെങ്കിലും ഒരു ജോലി വേണമല്ലോ. അതുവരെ സീരിയസ്ലി ഞാൻ ഒന്നും കണ്ടിട്ടില്ല. അന്ന് 5ാം ക്ലാസ്സിലായതേ ഉള്ളൂ. 4ാം ക്ലാസ്സിലെ യുറീക്ക പുസ്തകത്തിലായിരുന്നു ഇത് കേട്ടോ. പുസ്തകം പൊതിഞ്ഞ പേപ്പറായിരുന്നു. അത് കഴിഞ്ഞ് 5ാം ക്ലാസ്സിൽ കയറിയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, എനിക്കും വേണം എന്നൊക്കെ ചിന്തിച്ച് തുടങ്ങിയപ്പോഴത്തേക്കാണ് എൻ്റെ മനസ്സിൽ അന്ന് ഫിലിം ക്യാമറ ഒക്കെയാണ്, ഇങ്ങനെയുള്ള ഡിജിറ്റലൊന്നും ഇല്ല, ഒരിക്കലും ഒരു ക്യാമറ ഫീൽഡൊന്നും പറ്റില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാമറ ഫോട്ടോ എടുക്കാൻ. അപ്പോൾ ഒന്നുമില്ല, എനിക്കൊരു ഫോട്ടോഗ്രാഫറാണ്, അല്ലെങ്കിൽ ആംബുലൻസിൻ്റെ ഡ്രൈവറാണ്. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ ആംബുലൻസിൻ്റെ ഡ്രൈവറാകുന്നത്. ഈ ലൈറ്റൊക്കെ ഇട്ട് പോകുമ്പോഴത്തേക്ക് മറ്റുള്ള വണ്ടിക്കാരെല്ലാം മാറി തരുമല്ലോ, നമ്മൾ നല്ല സ്പീഡിൽ നമുക്കങ്ങ് പോകാം, ആ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ എനിക്ക് കേട്ടോ. അപ്പോൾ ഒന്നുകിൽ ഒരു ആംബുലൻസിൻ്റെ ഡ്രൈവർ അല്ലെങ്കിൽ ഒരു പൈലറ്റ്. അത് എനിക്കറിയാം നടക്കത്തില്ലെന്നറിയാം. കാരണം അത്രയും രൂപയൊന്നും മുടക്കാനായിട്ട് വീട്ടിലില്ല. അതുമല്ല ഈ ഞാൻ ഉദ്ദേശിച്ച 3 കാര്യങ്ങളും നടക്കാത്ത കാര്യങ്ങളാണ്. കാരണം സാധാരണ ഒരു ഗ്രാമപ്രദേശത്ത് എൻ്റെ വീട്, ഇങ്ങനെയൊന്നുള്ള ഒരു കാര്യങ്ങളും ചിന്തിക്കാൻ പോലും അവർക്കാർക്കും കഴിയില്ല. നാട്ടിലുള്ളവർക്കായാലും അല്ലെങ്കിൽ എൻ്റെ വീട്ടിലായാലും ആർക്കും കഴിയില്ല. അപ്പം അപ്പം പിന്നെ നമ്മുടെ മനസ്സിലൊതുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ സേവനം എനിക്ക് പണ്ട് മുതലേ എനിക്കിഷ്ടമാണ്. അത് ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ, എനിക്ക് കുറേയേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ മാക്സിമം എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പലരെയും മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഞാൻ പറയാം അങ്ങനെ പോരുത് ഇങ്ങനെ പോരുത്. അപ്പം ഇവരൊക്കെ ചോദിക്കും ഇതൊക്കെ നിനക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നു? വേറെ ഒന്നുമല്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പം അങ്ങനെ വന്ന ഒരു ആഗ്രഹമാണ്. അത് എങ്ങനെ സഫലീകരിക്കുമെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. കാരണം അന്ന് നമുക്ക് ഇതേപോലെ യൂട്യൂബ് നോക്കി അടിച്ചെടുക്കാനും ഒന്നുമില്ല. ഇന്നത്തെ കുട്ടികൾക്കാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. അന്ന് അങ്ങനെയൊന്നും ഉള്ള ഒരു കാര്യങ്ങളും ഇല്ല. അവിടെ നിന്നൊക്കെ കയറി വന്നതാണ് ഞാൻ. ഈ ഫോട്ടോഗ്രാഫി നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ആണുങ്ങളുടെ കുത്തകയായിട്ടാണ്. അപ്പോൾ അവിടെ ഒരു സ്ത്രീക്ക് ഒരു ജോലി സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അവിടെ ജോലി ചെയ്യാം എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അന്നത്തെ കാലത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇല്ല, ഞാൻ ആരെയും മനസ്സിലാക്കി കൊടുക്കാനൊന്നും പോയില്ല. ഞാൻ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് സംസാരത്തിലൂടെ ചെയ്യത്തില്ല, പകരം പ്രവൃത്തി ചെയ്ത് കാണിക്കുക, അതേ ഉള്ളൂ. അപ്പോൾ ആദ്യമേ ഞാൻ ഫോട്ടോഗ്രാഫിക്ക് പോകുന്ന വീട്ടിലറിയാതാണല്ലോ പോകുന്നത്. വീട്ടിലറിയാതെ ചെന്നു. അതാണ് എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. അച്ഛനാണ് അത് കഴിഞ്ഞിട്ട് അച്ഛനാണ് ക്യാമറ വാങ്ങി തരുന്നത്. അതുവരെ അറിഞ്ഞില്ല ഇവരാരും. ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി എൻ്റെ മുന്നിലേക്ക് വന്നപ്പോൾ പിന്നെ ഒന്നും നോക്കാനില്ല. നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാം. അതിന് നേരായ വഴി എന്താണോ അതിൽ കൂടെ നമ്മൾ പോകും, അത്രേ ഉള്ളൂ. അവിടെ എനിക്ക് എൻ്റെ ലക്ഷ്യം നേടിയെടുക്കണം, അത്രേ ഉള്ളായിരുന്നു എൻ്റെ ചിന്ത. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീട്ടിലറിഞ്ഞ് ഞാൻ ഒരു തെറ്റായ കാര്യമല്ല ഞാൻ ചെയ്യുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. ഒരു കാര്യം പഠിക്കുകയല്ലേ, അത് തെറ്റല്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങ് പോയി.
പോയി കഴിഞ്ഞ് പിന്നെ ഫോട്ടോഗ്രാഫിക്ക് ഞാൻ ചെന്നപ്പോൾ എൻ്റെ സാറിനും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ 18 ആൺകുട്ടികളാണ്, വെറുതെ പാഷന് വേണ്ടിയിട്ട് വരുന്നതായിരിക്കും എന്നായിരുന്നു പുള്ളിയുടെ വിചാരം. പക്ഷെ അവരൊക്കെ ഓരോരുത്തർ പൊഴിഞ്ഞു പോയപ്പോഴും ഞാനേ ഉള്ളൂ കറക്റ്റായിട്ട് അവിടെ നിന്നത്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഞങ്ങൾ 10-12 പേരേ ഉള്ളായിരുന്നു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത്. അപ്പൊ ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് സാറിന് മനസ്സിലായി, ഓ ഇത് സീരിയസ് കേസാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് പിന്നെ സാറിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, അത് നല്ലപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്തു. 6 months കോഴ്സ് ആയിരുന്നു. അപ്പൊ ആ 6 മാസം നമുക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് വീട്ടിലറിഞ്ഞു ക്യാമറ വാങ്ങിച്ച് തന്നു കഴിഞ്ഞപ്പോൾ പലരും ചോദിച്ചു ഇവളെ കൊണ്ട് നടക്കുമോ എന്നൊക്കെ ചോദിച്ചു. ഞാനതൊന്നും മൈൻഡ് ചെയ്യാൻ പോകത്തില്ല. വീട്ടിലപ്പോഴത്തേക്ക് അച്ഛനും അതൊന്നും മൈൻഡ് ചെയ്യാതെ അച്ഛൻ പറഞ്ഞു നിനക്ക് പഠിക്കാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് ചെയ്യാനും പറ്റും. എപ്പോഴാ അപ്പൊ ഈ ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫിയിലേക്ക് കടന്നത്? അത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസമാണ്. ഞാനിത് ഫസ്റ്റ് എൻ്റെ ഫോട്ടോ തന്നെ ഒരു പത്രത്തിന് വേണ്ടിയിട്ട് ഒരു പ്രശ്നം പിടിച്ചൊരു ഫോട്ടോ ആയിരുന്നു കേട്ടോ, ഫസ്റ്റ് ഫോട്ടോഗ്രാഫി. അത് പിന്നെ എൻ്റെ സാറ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മളെല്ലാത്തിലും സൗന്ദര്യം കണ്ടെത്തണം, അല്ലെങ്കിൽ ഒരു വാർത്ത കണ്ടെത്തണം. ഇപ്പോൾ ഒരു കല്ല് അവിടെ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും നമ്മൾ അതിൽ കണ്ടെത്തിയിരിക്കണം എന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ക്യാമറ കിട്ടിയപ്പം ഒരു 101 പവൻ സ്വർണ്ണമൊക്കെ കിട്ടുന്ന ആ ഒരു സന്തോഷത്തെയാണ് നമ്മളിത് പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ആഗ്രഹിച്ച ജീവിതത്തില് അത്ര ആഗ്രഹിച്ച് കിട്ടിയതാണ്. അപ്പൊ സ്വപ്നം കണ്ടതാ. അപ്പൊ ഞാനിപ്പോ എപ്പോഴും പറയും ഈ സ്വപ്നത്തിന് സ്വർണത്തിനെക്കാട്ടി വിലയാണെന്ന് ഞാൻ പറയും. കാരണം സ്വപ്നം കണ്ട് എപ്പോഴും നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് തന്നെ സ്വപ്നം കണ്ട് അത് നേടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ നേടിയെടുത്തിരിക്കും. നേടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വർണ്ണമോ എന്ത് വേണേലും വാങ്ങിക്കാം. അപ്പൊ ഞാനത് എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോട് പറയും, സ്വപ്നത്തിനാണ് സ്വർണത്തിനെക്കാട്ടി വില, അല്ലാതെ സ്വർണത്തിനൊന്നും ആരും പ്രാധാന്യം കൊടുക്കണ്ടെന്ന് പറയും. അപ്പം പിന്നെ ഈ അതുവരെയുള്ള സ്വപ്നം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചല്ല എനിക്കിങ്ങനെ ഒരു ക്യാമറ കിട്ടുമെന്നോ വീട്ടിൽ നിന്ന് പിന്നെ എന്നെ പുറത്തിറക്കുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത്ര യാഥാസ്ഥികമായ വീടാ. പെൺപിള്ളേര് അടങ്ങി ഒതുങ്ങി പോകണം, ഒച്ച വെക്കാൻ പാടില്ല, തിരിച്ചു മറുത്തൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ദേഷിക്കുമായിരുന്നു കേട്ടോ. പിന്നെ വേറെ പോയിട്ട് വൈകിട്ട് നേരത്തെ തന്നെ തിരിച്ച് വീട്ടിൽ വരണം, സന്ധ്യാവണത്തിന് മുമ്പ് വരണം. പിന്നെ മുടിയൊക്കെ എന്ന് പറയുന്ന അന്ന് എനിക്ക് മുട്ടും കഴിഞ്ഞ് തലമുടിയുണ്ട്. മുടിയൊക്കെ എപ്പോഴും പിന്നി ഒതുക്കി മടക്കി കെട്ടി വെച്ചോണം, അഴിച്ചിട്ടുണ്ടൊന്നും നടക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ നിർദ്ദേശങ്ങൾ. പിന്നെ ഒരു നല്ല പെണ്ണ് എങ്ങനെ ആയിരിക്കണമെന്ന് ഞങ്ങളുടെ അമ്മൂമ്മയാണെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിൽ എത്ര ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, കറണ്ട് ഉണ്ടെന്ന് പറഞ്ഞാലും മണ്ണെണ്ണ വിളക്കിൽ എണ്ണയും തിരിയിട്ട് വെച്ചിരിക്കണം. അതേപോലെ തന്നെ വൈകിട്ട് ഈ വിറകെടുത്ത് അടുപ്പിൻ്റെ ബാക്കിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കണം, പിറ്റേന്ന് രാവിലത്തേക്ക് കത്തിക്കാൻ. അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല പെൺപിള്ളേർ. നാളെ പുള്ളിക്കാർ പറയുന്നത് നാളെ കെട്ടിച്ചു വിടുമ്പോഴേ അവിടെ ചെന്ന് എന്നെ കുറ്റം പറയരുതല്ലോ അതുകൊണ്ട് ഇപ്പോഴേ പ്രിപ്പയർ. അങ്ങനെയൊക്കെ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് വളർന്നു വന്നതാണ് ഞാൻ. ഫോട്ടോഗ്രാഫി ഫീൽഡിലോട്ട് വന്നു കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അടുത്തുള്ളൊരു പയ്യൻ ആക്സിഡന്റ് മരിച്ചു. അപ്പോൾ അത് കായംകുളം പോലീസിന്റെ അണ്ടറിലാണ്, ആ ഒരു സ്ഥലത്ത് വെച്ചാണ് മരിക്കുന്നത്. ഇൻക്വസ്റ്റിന് ഫോട്ടോഗ്രാഫറെ വേണമെന്ന് പോലീസുകാർ പറഞ്ഞു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ് ബോഡി. അന്നേരം ഇവരെല്ലാമായിട്ട് എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ ഫോട്ടോഗ്രാഫി തുടങ്ങി. പിന്നെ പത്രത്തിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കും, പത്രങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കാൻ തുടങ്ങി. അത്യാവശ്യം ഫോട്ടോഗ്രാഫർ ആണെന്ന് അവിടെ ഇവിടെയൊക്കെ പറയാൻ തുടങ്ങി. ഒരു ലേഡിയല്ലേ, എല്ലാവർക്കും അതിശയമാണ്, ഒരു ലേഡിയല്ലേ. അപ്പോൾ പിന്നെ എന്നോട് ഇവർ വന്നിട്ട് ചോദിച്ചു, ഷൈജ നാളെ രാജേഷിൻ്റെ ബോഡിയുടെ ഫോട്ടോ എടുക്കണം, എങ്ങനെ വരാവോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല ഇൻക്വസ്റ്റ് എന്താണെന്ന്. അപ്പം ഞാൻ കരുതിയിരിക്കുന്ന മറ്റുള്ള 28 കെട്ട് കല്യാണം ഇതേപോലെയൊക്കെയുള്ള ചടങ്ങുകളുടെ ഫോട്ടോ എടുക്കുകയാണെന്നാണ് എൻ്റെ വിചാരം. അതേപോലെ എന്തോ ആണെന്നാണ്. ഞാനങ്ങ് വരാമെന്ന് പറഞ്ഞു. ആലോചിച്ചോണം, അതുവരെ ബോഡി എനിക്ക് ഭയങ്കര പേടിയുള്ള ഞാൻ രണ്ടും കൽപ്പിച്ച് വരാമെന്നൊക്കെ പറഞ്ഞു. അവിടെ ചെന്നു, ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് എല്ലാവരും അങ്ങോട്ട് കയറ്റിവിടത്തില്ല. ആ പയ്യൻ ഒരു ജനസമ്മതിയുള്ള പയ്യനായതുകൊണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് ബോഡി കൊണ്ടുപോകാനായിട്ട്. ഒത്തിരി ആൾക്കാർ അവിടെ രാഷ്ട്രീയമൊന്നും നോക്കാതെ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പം അവിടെ അവരെല്ലാം മാറി നിൽക്കുകയാണ്. അപ്പോൾ പോലീസുകാരൻ എന്നോട് വന്നിട്ട് ചോദിച്ചു, എന്താ വന്നേ? ഞാൻ പറഞ്ഞു പിന്നെ രാജേഷിൻ്റെ ബോഡിയുടെ ഫോട്ടോ എടുക്കാൻ വന്ന്. എന്നിട്ട് പറഞ്ഞു, അയ്യോ നിങ്ങളുടെ ഇവിടെ പുരുഷന്മാരാരും ഇല്ലേ? ഞാൻ ചോദിച്ചു, എന്ത് പറ്റി സാറേ?
ഇയാളെടുത്താലൊന്നും പറ്റില്ല, ഇത് പുരുഷന്മാരെടുത്താലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെന്താ സാറേ? അപ്പം ഞങ്ങൾ തമ്മിൽ ഇച്ചിരി തർക്കമായി. അപ്പോൾ അവിടെ നിൽക്കുന്നവർ ചോദിക്കുന്നുണ്ട് എന്താ ഷൈജയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ലെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി ഇറങ്ങി ആ ബോഡിയുടെ ബന്ധുക്കളുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഒരു ലേഡിയെ കൊണ്ടൊന്നും ഇതൊന്നും എടുക്കാൻ പറ്റത്തില്ല, നിങ്ങളുടെ അടുത്ത് പുരുഷന്മാരാരും ഇല്ലായിരുന്നോ ഫോട്ടോഗ്രാഫർമാർ? പിന്നെ അന്നേരം ചോദിച്ചു എന്താന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു അതൊരു ലേഡിയെ കൊണ്ട് പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ആരെയും കിട്ടിയില്ലേ, നിങ്ങൾക്ക് ഈ ആളിനെ മാത്രമേ കിട്ടിയുള്ളൂ എന്ന് ചോദിച്ചു. അപ്പം അവരെന്നെ വിളിച്ചിട്ട് പറയുന്നു, ബന്ധുക്കൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഷൈജ അത് ഷൈജയെ കൊണ്ട് പറ്റത്തില്ലെന്നാ പോലീസുകാരൻ പറഞ്ഞു, അപ്പോൾ എന്ത് ചെയ്യണം? പക്ഷെ പെട്ടെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ വന്നു, ഇവിടെ ഞാൻ തോറ്റുപോയാൽ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള എൻ്റെ മനസ്സിൽ വന്നിരിക്കുന്ന അത്രയും പേരുടെ മനസ്സിൽ എന്നെക്കുറിച്ചൊരു നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. കാരണം അവളെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനൊരു സാഹചര്യത്തിൽ സാധിക്കില്ല എന്നായിരിക്കും വരുന്നത്. അപ്പം ഞാൻ ഇവിടെ തോറ്റു കൊടുക്കാൻ പാടില്ല, കാരണം എല്ലാ ഫോട്ടോയും എടുക്കുന്ന പോലെ തന്നെയല്ലേ ഇതും ഉള്ളൂ. ഞാൻ പറഞ്ഞു സാരമില്ല, ഞാനത് കൈകാര്യം ചെയ്തോളാം, ഞാൻ പറഞ്ഞോളാം, എൻ്റെ ജോലിയായതെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് പോലീസുകാരനോട് പറഞ്ഞു, സാറേ ഇതെൻ്റെ പ്രൊഫഷനാണ്. അന്ന് എനിക്ക് 20 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ, ഡിഗ്രി ഫൈനൽ ഇയർ കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു സാറേ ഇതെൻ്റെ ജോലിയാണ്, അതുകൊണ്ട് എനിക്ക് ഫോട്ടോ എടുത്തേ പറ്റൂ. ഞാനിത് കഴിയുമ്പോൾ ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കും, എൻ്റെ ജോലിയെ തടസ്സപ്പെടുത്താൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഗത്യന്തരമില്ലാതെ പുള്ളി അങ്ങ് സമ്മതിച്ചു കേട്ടോ. സമ്മതിച്ച് അങ്ങനെ ഞാൻ ആ ബോഡിയുടെ ഫോട്ടോ എടുത്തു. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇൻക്വസ്റ്റ്. അതോടുകൂടി എൻ്റെ സകല പേടിയും അങ്ങ് മാറി. എങ്ങനെ ഇൻക്വസ്റ്റ് എന്താണെന്നും എങ്ങനെയാണ് ഫോട്ടോ എടുക്കേണ്ടതെന്നും എല്ലാം എനിക്ക് അവിടെ മനസ്സിലായി. പെണ്ണായതിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട കുറെ സാഹചര്യങ്ങൾ ചേച്ചി ഇപ്പൊ സംസാരിച്ചപ്പോൾ ഒരു സാഹചര്യം പറഞ്ഞു. അല്ലാതെ ഏതെങ്കിലും ഓർമ്മയുണ്ട്? അതായത് പെൺകുട്ടിയാണ് ഫോട്ടോഗ്രാഫി അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയിട്ടുള്ള? ഇല്ല, എനിക്കിതുവരെ ആ ഒരു സംഭവത്തോടു കൂടി അത് തീർന്നു. പക്ഷേ സമൂഹത്തിന്റെ മുന്നിൽ പക്ഷെ എന്നെ ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നവർക്ക് അവർക്ക് കോൺഫിഡന്റ്